മുല്ലവള്ളിയും തേന്മാവും. വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കണേ. പിന്നെ കഥ മറന്നു പോവുകയാണ് എന്ന് പറയുന്നവരോട് ഒരു നിവൃത്തിയുമില്ല. ഉള്ളിൽ നിന്ന് കഥ വന്നാലല്ലേ എന്നെക്കൊണ്ട് എഴുതാൻ പറ്റൂ. ഞാൻ മാക്സിമം ഇത് വേഗത്തിൽ തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് സ്റ്റക്കായിപ്പോയി. അതാണ് ഉണ്ടായത്. എന്തായാലും കഥയിലേക്ക് കടക്കുകയാണ്. പിന്നെ ഈ കഥ അവസാനിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിന് ഒന്നുകൂടെ വായിച്ചു നോക്കാൻ ഉള്ള രീതിയിൽ ഒരു വട്ടം കൂടെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. മുല്ലവള്ളിയും തേന്മാവും. ആ വലിയ വീടിൻ്റെ ഉമ്മറത്തിരിക്കുകയായിരുന്നു അന്നേരം നന്ദ. രാത്രിയായിട്ടുണ്ട്. ശില്പ വൈകുന്നേരം തന്നെ പോയി. പിന്നെ ജെറിയും ഡേവിഡും മാത്രമല്ലേ ഉള്ളൂ അവിടെ. അതിൻ്റേതായ ചെറിയൊരു കുറച്ചിൽ നന്ദക്കുണ്ട്. രണ്ടാണുങ്ങൾക്കിടയിൽ താൻ തനിച്ച്. പക്ഷേ ജെറിയൊരു പാവമാണ്. ചേച്ചി എന്ന് അവൻ വിളിക്കുന്നത് അത്രയും ആത്മാർത്ഥമായിട്ടാണെന്നും എനിക്കറിയാം. നന്ദപതിയെ സ്വയം പിറുപിറുത്തു. അതവൾക്ക് ശീലമുള്ളതാണ്, തനിച്ചിരുന്നുള്ള ഈ സംസാരം. അല്ലെങ്കിലും നന്ദക്ക് സംസാരിക്കാൻ ആരും കൂടെ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ഇപ്പോൾ ആരാ കുഴപ്പക്കാരൻ? ഞാനോ? ഡേവിഡ് എടുത്തു ചോദിച്ചു. ആ ഉമ്മറപ്പടിയിൽ ഇരുട്ടത്ത് നോക്കിയിരിക്കുന്നവളെ നോക്കിക്കൊണ്ടാണ് ഡേവിഡ് വന്നത്. അന്നേരമാണ് അവൾ ഇരുട്ടിലിരുന്ന് സ്വയം സംസാരിക്കുന്നത് കേൾക്കുന്നതും. നന്ദ ഡേവിഡിൻ്റെ സ്വരം കേൾക്കെ പെട്ടെന്ന് എഴുന്നേൽക്കാൻ ഒരുങ്ങിയെങ്കിലും ഡേവിഡ് നന്ദയുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അവളെ അവിടെ തന്നെ ഇരുത്തി. ഒപ്പം ഡേവിഡും അവിടെ ഇരുന്നു. പറ, ജെറി പാവമാണെങ്കിൽ ഞാനാണോ കുഴപ്പക്കാരൻ? ഡേവിഡ് ചിരിയോടെ നന്ദയോട് ചോദിച്ചു. നന്ദ മിഴികൾ ഉയർത്തി ഡേവിഡിനെ ഒന്ന് നോക്കി. ആ നിലാവത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ച പോലെ തോന്നി നന്ദക്ക് അവനെ കാണെ. എന്തൊരു തേജസ്സാണെന്നോ ആ മുഖത്ത്. ഏയ്! ഡേവിഡ് അവളുടെ മുഖത്തിന് നേരെ വിരലൊന്ന് ഞൊടിച്ചു. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. ഒന്നുമില്ല എന്നൊക്കെ വെറുതെ പറയുന്നതാ. നീ എന്നെ വായിൽ നോക്കുകയല്ലായിരുന്നോ? ഡേവിഡ് ചിരി കടിച്ചമർത്തി. ഏയ്, ഞാൻ നോക്കിയിട്ടൊന്നുമില്ല. നന്ദ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. ഞൊടിയിടയിൽ ഡേവിഡ് അവളുടെ അരികിലേക്ക് ഒന്നുകൂടെ നീങ്ങിയിരുന്നു. ഡേവിഡിൻ്റെ പെട്ടെന്നുള്ള നീക്കത്തിൽ നന്ദ പരിഭ്രമിച്ചു പോയി. പിന്നിലേക്ക് നീങ്ങാൻ ഒരുങ്ങിയവളുടെ കൈ രണ്ടും ഡേവിഡ് കൂട്ടിപ്പിടിച്ചുകൊണ്ട് തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചടുപ്പിച്ചു. എന്നാ ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ? എന്തിന്? അവൻ്റെ ആ ചോദ്യത്തിൽ നന്ദ പരിഭ്രമിച്ചു പോയി. ആ നോട്ടത്തിലും. വെറുതെ. പണ്ട് ക്ലാസ്സിലൊക്കെ വെച്ച് ഞാൻ എന്തോരം തന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ടുണ്ടെന്നോ. പക്ഷെ ഇത്ര അടുത്ത്, ആളും ബഹളവും ഇല്ലാതെ ഇത്രയും അടുത്ത് തന്നെ ഇങ്ങനെ കണ്ണ് നിറച്ച് കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതിയിട്ടില്ല. പറയുന്നതിനൊപ്പം തന്നെ ഡേവിഡ് നന്ദയുടെ മുഖത്തേക്ക് വീണ ഒറ്റവരി മുടി ആ ചെവിമടക്കിലേക്ക് വെച്ചു കൊടുത്തു. നന്ദക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകണമെന്നുണ്ട്. അവൻ്റെ കയ്യിൽ നിന്നും തൻ്റെ കൈകൾ വലിച്ചെടുക്കണമെന്നുണ്ട്. പക്ഷെ പറ്റണ്ടേ? ഒരുത്തൻ ഒരു ചൂണ്ടക്കൊളുത്തും കൊണ്ട് തൻ്റെ ഹൃദയം കൊളുത്തിപ്പിടിച്ചേക്കുവാണ്. അവളുടെ പരിഭ്രമം തൻ്റെ നോട്ടത്തിൽ അവളുടെ മേൽച്ചുണ്ടിൽ പൊടിയുന്ന വിയർപ്പ് തുള്ളി എല്ലാം കണ്ണുകൊണ്ട് ഒപ്പിയെടുക്കുകയാണ് ഡേവിഡ് അന്നേരം. ഒരു നിമിഷം ഡേവിഡ് നന്ദയുടെ ആ വട്ടമുഖം കൈക്കുമ്പിളിലെടുത്തു. നന്ദ വിറങ്ങലിച്ചുകൊണ്ട് അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിമുറുക്കി. എന്തൊരു ഭംഗിയാ നിന്നെ കാണാൻ നന്ദേ. അത്രയും സ്വകാര്യം പോലെയാണ് അവൻ്റെ ശബ്ദം. അത്രയും പ്രണയം നിറഞ്ഞാണ് അവൻ്റെ ആ ശബ്ദം. ഈ പിടയുന്ന കണ്ണുകളും ഈ നീണ്ട മൂക്കും കുഞ്ഞു ചുണ്ടുകളുമെല്ലാം എത്ര രാത്രി എൻ്റെ രക്തം ചൂട് പിടിപ്പിച്ചിട്ടുണ്ടെന്നറിയാമോ? ഡേവിഡ് പതിയെ നന്ദയോട് ചോദിച്ചു. നന്ദ പരിഭ്രമത്തോടെ ഉമിനീർ വിഴുങ്ങിപ്പോയി. പിന്നെ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ദൈവം എല്ലാവർക്കും എല്ലാം കൂടെ കൊടുക്കില്ലല്ലോ എന്ന്. അതുകൊണ്ടായിരിക്കുമല്ലേ നിനക്ക് ദൈവം ബുദ്ധി തരാഞ്ഞ്? പ്രണയത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചാണ് അവൻ്റെ ആ ചിരി കടിച്ചു പിടിച്ചുള്ള കുസൃതി ചോദ്യം. അതങ്ങ് കേൾക്കെ നന്ദയുടെ മുഖം കൂർത്തു വന്നു. ഡേവിഡ് പൊട്ടിച്ചിരിച്ചു. നന്ദ അവൻ്റെ കൈ തട്ടി മാറ്റി. ഡേവിഡിന് പിന്നെയും ചിരി വന്നു. നന്ദക്ക് ദേഷ്യവും. അവൻ തന്നെ കളിയാക്കുകയായിരുന്നു ഇത്ര നേരം എന്നവൾക്ക് മനസ്സിലായി. എന്നാലും ഡേവിഡിൻ്റെ ഉള്ളിൽ അത്ഭുതമാണ്. അവളുടെ ദേഹത്ത് അത്രയും അധികാരം കാണിച്ച് തൊട്ടിട്ടും അവൾ പ്രതികരിച്ചില്ല എന്നതിൽ അവന് അത്ഭുതം തന്നെയാണ്. അതിനർത്ഥം ആ മനസ്സിൻ്റെ കോണിലെവിടെയോ താനുണ്ടെന്ന് അല്ലേ? ഡേവിഡ് ഉള്ളിൽ ചിന്തിച്ചു. മുഖം ചിരിച്ചു പിടിച്ച് അവൻ ഒരിക്കൽ കൂടെ നന്ദയെ നോക്കി. നീ അന്നും ഇന്നും ഒരു തെമ്മാടി ചെറുക്കൻ തന്നെയാ ഡേവിഡ്. പണ്ട് ജാൻസി ടീച്ചർ പറഞ്ഞിരുന്ന പോലെ ഒരു തല തിരിഞ്ഞവൻ. നന്ദ ചുണ്ടു കൂർപ്പിച്ച് പറയവേ ഡേവിഡ് വയർ പൊത്തിച്ചിരിച്ചു. തന്നെ കളിയാക്കിയതിൽ അത്ര അമർഷമുണ്ട് നന്ദയുടെ വാക്കുകളിൽ. എന്തിനാ ചിരിക്കുന്നേ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, നന്ദ പിന്നെയും പറഞ്ഞു. ഉയ്യോ, കൊച്ചിന് ദേഷ്യമൊക്കെ വരുമോ?
അതെന്താ, എനിക്ക് ദേഷ്യം വന്നോടെ? എപ്പോൾ നോക്കിയാലും എനിക്ക് ബുദ്ധിയില്ല, ഞാൻ മന്ദബുദ്ധിയാണെന്നൊക്കെയല്ലേ നീ പറയുന്നേ. അപ്പോൾ പിന്നെ എനിക്ക് ദേഷ്യം വരാതിരിക്കുമോ? അത് നീ അങ്ങനെ ആയോണ്ടല്ലേ അങ്ങനെ പറഞ്ഞേ. ഡേവിഡ് അവളെ ഇരുകയറ്റി. ഓർമ്മയുണ്ടോ, ക്ലാസ്സിലൊക്കെ ഞാൻ ഫസ്റ്റ് ആയിരുന്നില്ലേ? നിനക്ക് ഒട്ടും മാർക്കുണ്ടായിരുന്നില്ല. അപ്പോൾ നിനക്കാണോ ബുദ്ധി കുറവ്? നന്ദക്ക് അവനോട് കുഞ്ഞു പിള്ളേരെ പോലെ ഗുസ്തി പിടിക്കാൻ തോന്നിപ്പോയി. കാണാപ്പാഠം പഠിച്ച് ഒരിച്ചിരി മാർക്കുണ്ടെങ്കിൽ ബുദ്ധിയുണ്ടെന്നാണോ? ഡേവിഡ് അവളുടെ തലയിലൊന്ന് കിഴുക്കി വിട്ടു. നന്ദ ഞൊടിയിടയിൽ അവൻ്റെ കൈ തട്ടിയെറിഞ്ഞു. രണ്ടും പഴയ സ്കൂൾ കുട്ടികളായി മാറിയിരുന്നു അന്നേരം. ഒരിത്തിരി ബുദ്ധിയുണ്ടായിരുന്നുവെങ്കിൽ നീ അഭിമന്യുവിനെ സ്നേഹിക്കുമോ? അതും അവന് നിമിഷയാണ് ഇഷ്ടമെന്ന് അറിഞ്ഞു വെച്ചിട്ട് തന്നെ. ഡേവിഡ് അവളെ വിടാൻ പാവമില്ല. നന്ദക്ക് ആ ചോദ്യത്തിൽ ഉത്തരം മുട്ടിപ്പോയി. ആ ചോദ്യത്തിന് അവൾക്ക് ഉത്തരമില്ല. ഈ ചോദ്യം നന്ദ തന്നെ 100 ആവർത്തി സ്വയം ചോദിച്ചതാണ്. എന്ത് കണ്ടിട്ടാ താൻ അഭിയെ സ്നേഹിച്ചതെന്ന്? ആ ഒരു തെറ്റ് മാത്രമേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. നന്ദ ഒരിത്തിരി ഡേവിഡിന് താഴ്ന്നു കൊടുത്തു. അയ്യടാ, അതുമാത്രമൊന്നുമല്ല. ദേ ഇപ്പോൾ തന്നെ നോക്ക്, ഒത്തൊരാണൊരുത്തൻ്റെ കൂടെ ഈ വീട്ടിൽ ഇതേപോലെ തനിച്ച് നിൽക്കാൻ നീ തയ്യാറായില്ലേ? അതൊരു ബുദ്ധിമോശം തന്നെയല്ലേ? നന്ദ നെറ്റി ചുളുക്കി ഡേവിഡിനെ ഒന്ന് നോക്കി. ഞാൻ നിന്നെ എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിയിട്ട് ചെയ്താലോ? അതുപോലും ആലോചിക്കാതെ ഇറങ്ങി വന്നില്ലേ നീ? ഡേവിഡ് ചിരി കടിച്ചമർത്തി ചോദിച്ചു. നീ എന്നെ ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിയാം. നന്ദക്ക് ഉറപ്പാണത്. ഡേവിഡിൻ്റെ കണ്ണുകളൊന്ന് കുറുകി. അതെന്താടി അങ്ങനെ ഒരു പറച്ചിൽ? ഒന്നുമില്ലേലും ഞാൻ ചോരയും നീരുള്ള ഒരുത്തൻ തന്നെയല്ലേ? ആയിക്കോട്ടെ, എന്നാലും ഡേവിഡ് എന്നെ ഒന്നും ചെയ്യില്ല. നീ അത്ര മോശമൊന്നുമല്ല. നന്ദ ഉള്ളിലുള്ളത് അങ്ങ് തുറന്നു പറഞ്ഞപ്പോൾ ഡേവിഡിൻ്റെ മുഖം തെളിഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. എന്നാലും നിനക്ക് ബുദ്ധിയുണ്ടെന്ന് ഞാൻ സമ്മതിക്കില്ല. ഡേവിഡ് പിന്നെയും ചിരിച്ചു. എനിക്ക് ബുദ്ധിയുണ്ട്. ഉണ്ടോ? ആ, ഉണ്ട്. ശരിക്കും ഉണ്ടോ? ഉണ്ടെന്നല്ലേ പറഞ്ഞേ. എങ്കിൽ ഞാൻ അത് നാളെ വിശ്വസിക്കാം. അതെന്താ നിനക്ക് ഇന്ന് വിശ്വസിച്ചാൽ? നാളെ ഒരുത്തൻ ചീറ്റപ്പുലിയെ പോലെ ഇങ്ങ് വരും. എന്നിട്ട് നിന്നെ അങ്ങ് വിളിക്കും അളകുന്നന്തേ എന്ന്. എന്നിട്ട് നിന്നോട് പറയും, നീ എൻ്റെ കൂടെ വാ എന്ന്, ഇവിടെ നിൽക്കണ്ട എന്ന്. അപ്പോൾ നീ എന്ത് ചെയ്യും എന്ന് നോക്കട്ടെ. എന്നിട്ട് തീരുമാനിക്കാം നിനക്ക് നേരത്തെ പറഞ്ഞ സാദരം ഉണ്ടോ ഇല്ലയോ എന്ന്. ആര് വരുന്ന കൂട്ടമ്മ ഡേവിഡ് പറയുന്നേ? നിന്റെ അഭിയേട്ടൻ. അഭിയൊന്നും വരില്ല. വരും, ഉറപ്പായും വരും. അവന് വരാൻ താല്പര്യമില്ലെങ്കിൽ പോലും നിമിഷ അവനെ വരുത്തിക്കും. നിന്നെ അവിടെ എത്തിക്കേണ്ടത് ഇപ്പോൾ നിമിഷയുടെ ആവശ്യമല്ലേ? അഭി എന്ന ചൂണ്ടയിട്ടാണ് അവൾ നിന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത്. അതേപോലെ അഭിയെ സ്നേഹം എന്ന ചൂണ്ടയിട്ടിട്ടാണ് അവൾ വശത്താക്കുന്നതും. ഡേവിഡ് ഉറപ്പു പറഞ്ഞതോടെ നന്ദക്കും ആശങ്കയായി. അഭി വന്നാൽ താൻ എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നൊക്കെ നന്ദ മനസ്സിൽ കണക്ക് കൂട്ടിയും കിഴിച്ചും കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അഭിമന്യു നിമിഷയുടെ വീട്ടിലെത്തി. നന്ദ ഡേവിഡിനൊപ്പമാണെന്ന വാർത്ത കൂടുതൽ വളച്ചു കെട്ടി അഭിയെ കൂടുതൽ പ്രകോപിതനാക്കാനായിരുന്നു അവരുടെ ശ്രമം. അഭി, നന്ദ എൻ്റെ മുഖത്തടിച്ചിട്ടാണ് ഇവിടെ നിന്ന് പോയത്. നിമിഷ ഒരു പൊട്ടിക്കരച്ചിലോടെയാണ് അത് പറഞ്ഞത്. സാധാരണ ഇങ്ങനൊരു വാർത്ത കേൾക്കുമ്പോൾ അഭി പ്രകോപിതനാവേണ്ടതാണ്. പക്ഷെ അഭി അന്നേരം വളരെ ശാന്തമായിരുന്നു. വെറുതെ ഒരു കാരണവുമില്ലാതെ നന്ദ നിന്നെ അടിക്കുമോ? അതേപോലെ ഒരു എതിർപ്പും കൂടാതെ കഴിഞ്ഞ വട്ടം എൻ്റെ കൂടെ ഇറങ്ങി വന്ന നന്ദ പിന്നെയും ഡേവിഡിൻ്റെ അടുത്തേക്ക് തിരികെ പോയിട്ടുണ്ടോ എങ്കിൽ അതിലൊരു കാരണവും ഉണ്ടാവില്ലേ? അഭിയുടെ ചോദ്യത്തിൽ നിമിഷ ഒന്ന് വിരണ്ടുപോയി. അങ്ങനെ ഒരു പെരുമാറ്റം അവനിൽ നിന്ന് നിമിഷ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. എനിക്ക് അറിയില്ല അഭി, ഞാൻ അവളെ ഒന്നും ചെയ്തില്ല. നിമിഷ മുഖം പൊത്തിക്കരഞ്ഞു. തന്നോട് അവൻ കൂടുതൽ ഒന്നും ചോദിക്കാതെ ഇരിക്കാനുള്ള അടവും കൂടെയായിരുന്നു ആ കള്ളക്കരച്ചിൽ. അഭി ഒന്നും മിണ്ടാതെ നിമിഷയെ തന്നെ നോക്കി. 1-2 നിമിഷത്തിന് ശേഷം അഭി നേരെ വണ്ടിയെടുത്ത് ഡേവിഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. നിമിഷ അവൻ്റെ അവഗണനയിൽ ഒന്ന് പകച്ചു പോയെങ്കിലും നന്ദയെ അവൻ തിരികെ കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷ അവളിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിലും അഭിച്ചേട്ടൻ വന്ന് വിളിച്ചാൽ വാലിൽ കെട്ടിയ പോലെ നന്ദ ഇങ്ങ് വരും. നിനക്കുള്ള സദ്യ ഞാൻ ഒരുക്കുന്നുണ്ട് നന്ദ ഇവിടെ. നീ എൻ്റെ കരണത്തടിച്ച കൈവച്ച് ഇനി ഒരിക്കലും നീ ചോറുണ്ണത്തില്ല. ഒടിച്ചു കളയും ഞാനത്. നിമിഷ പകയോടെ ചിന്തിച്ചു. ഡേവിഡിൻ്റെ വീടിൻ്റെ ഗേറ്റിന് മുന്നിൽ അഭിയുടെ കാർ വന്ന് നിന്നു. ഹാളിൽ ഇരിക്കുകയായിരുന്ന നന്ദയും ശില്പയും വണ്ടിയുടെ ശബ്ദം കേട്ട് പുറത്തേക്ക് നോക്കി. കാലത്തെ വന്നതാണ് ശില്പ. അഭിയെ കണ്ടതും നന്ദയുടെ മുഖം വിളറി. ഡേവിഡ് പതുക്കെ ഉമ്മറത്തെ കസേരയിൽ നിന്നും എഴുന്നേറ്റു. അവൻ്റെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ലായിരുന്നു. അഭി വണ്ടിയിൽ നിന്നിറങ്ങി ഡേവിഡിന് നേരെ നടന്നു വന്നു. നന്ദ എവിടെ? അഭി ആക്രോശിച്ചു. അവൾ അകത്തുണ്ട്, പക്ഷെ നിന്നെ കാണാൻ അവൾക്ക് താല്പര്യമില്ല. ഡേവിഡ് ശാന്തമായി പറഞ്ഞു. നീയാണോ അത് തീരുമാനിക്കുന്നത്? അവളെൻ്റെ ഭാര്യയാണ്. ആയിരുന്നു അഭിമന്യു, ആയിരുന്നു.
ഇപ്പോൾ അവൾ സ്വതന്ത്രയാണ്. അവളുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ അവൾക്ക് അവകാശമുണ്ട്. ഇരുവർക്കുമിടയിൽ ഒരു വലിയ വാക്കുതർക്കം തുടങ്ങാൻ പോകുന്നത് കണ്ട് നന്ദ പതുക്കെ പുറത്തേക്ക് വന്നു. തുടരും സൂര്യകാന്തി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക്